ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 59 വേണുഗാന വർണ്ണനമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപസ്ത്രീകളൊക്കെ ഭഗവാന്റെ ഓടക്കുഴൽനാദം കേട്ടിട്ട് ആശ്ചര്യം കാണുകയും അവരത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുകയും ഭക്തിപൂർവ്വം അത് കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ഭഗവാന്റെ ഓടക്കുഴൽ വായന കാണാതെ തന്നെ അത് സങ്കല്പിച്ച് മനസ്സിലാക്കി അതിൽ ലയിച്ച് കഴിയുന്നു. എപ്പോഴും ഗോപസ്ത്രീകൾക്ക് അത്രമാത്രം ഭഗവാന്റെ നാദം, ആ മുരളീനാദം കേൾക്കാൻ ആശ്ചര്യമാണെന്ന് അവർ ധരിക്കുന്നത്. ഭഗവാൻ ഇങ്ങനെ പശുക്കളെയും കൊണ്ട് വരുമ്പോൾ ദൂരേന്നേ കേൾക്കുമ്പോൾ അത് അവർ തന്നെ എല്ലാവരോടും തങ്ങൾ രസം പറയുകയും ഭഗവാനെ വർണ്ണിക്കുകയും അത്രമാത്രം ആനന്ദ ലഹരിയിലാണ്. അതല്ല ആശ്ചര്യമല്ലേ? അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് 7ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 7. നിർവിശങ്കഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വൽപദ പ്രണയി കാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. നിർവിശങ്കഭവദംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വൽപദ പ്രണയി കാനനം ച താ ധന്യധന്യമിതി നന്വമാനയൻ. ഇവിടെ ഒരു ശങ്കയും കൂടാതെ നിസ്സംശയം ഭഗവാന്റെ അംഗങ്ങൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശചാരികളും പക്ഷികളും മൃഗങ്ങളും പശുക്കളും ഭഗവാന്റെ കാൽ തളർ ചൂടുവാൻ യോഗമുണ്ടായ വൃന്ദാവനത്തെയും അവിടെയുള്ള ഗോപസ്ത്രീകളെയും തങ്ങളെക്കാൾ പുണ്യശാലികളാണ് എന്നും വാഴ്ത്തി. അവരിങ്ങനെ ഗോപസ്ത്രീകളിങ്ങനെ ഭഗവാൻ വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് വൃന്ദാവനത്തിൽ അവരുടെ കൂടെ പോകാൻ പറ്റുന്നില്ലല്ലോ ഗോപസ്ത്രീകൾക്ക്. അതുകൊണ്ട് അവർ ഭഗവാൻ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ പുകഴ്ത്തിയും വാഴ്ത്തിയും ഈ ഓടക്കുഴലിൻ്റെ നാദങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചും എന്നിട്ട് ഈ ഭഗവാന്റെ കൂടെ ഒത്തുനിന്ന് വൃന്ദാവനത്തിൽ കൂടെ നടക്കുന്ന മൃഗങ്ങളും പശുക്കളും പക്ഷികളൊക്കെ ആണല്ലോ കുട്ടികൾ, ഗോപികളൊക്കെ. അവർക്ക് ഇത്രമാത്രം ഭഗവാന്റെ കാൽ തളർ ചൂടുവാൻ എപ്പോഴും ഭഗവാന്റെ കാലടിയിൽ നിൽക്കുവാണ് ഈ കുട്ടികളെല്ലാം, പശുക്കൾ. അവർക്ക് എന്ത് ഭാഗ്യമാണ്! അതിന് യോഗമുണ്ടായ വൃന്ദാവനത്തെയും അവിടെയുള്ള ഗോപസ്ത്രീകളെയും അവിടെയുള്ള ഈ കുട്ടികളെയും എല്ലാം തങ്ങളെക്കാൾ, അതായത് ഈ പറയുന്നവരാരാ? വലിയ വലിയ ഗോപസ്ത്രീകൾ ഭഗവാൻ വരുന്ന കണ്ടുകൊണ്ട് നിൽക്കത്തില്ലയോ? അവർ പറയുന്നു അവരെക്കാൾ. അപ്പോൾ അങ്ങനെ ഉള്ളവരെക്കാൾ ഈ ഗോപസ്ത്രീകളെക്കാൾ അതാ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളെക്കാൾ പുണ്യശാലികളാണ് എന്നാണ് അവർ വാഴ്ത്തുന്നത്. ആരാണ്? ഈ പശുക്കളും വൃന്ദാവനവും ആ കുട്ടികളും മേയ്ക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇവരൊക്കെ എത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ് എന്നൊക്കെയാണ് ഭഗവാൻ ഇങ്ങനെ ദൂരേന്നേ ഓടക്കുഴലും വായിച്ചുകൊണ്ട് വരും. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തെ വായിച്ചല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഭഗവാനെ വർണ്ണിച്ച് നിൽക്കുക. എന്താ? ഓടക്കുഴൽ നാദം, വേണുനാദത്തെ പറ്റി വർണ്ണിക്കുക ഈ ഗോപസ്ത്രീകൾ. ഭഗവാൻ ഇത്രമാത്രം ഈ കുട്ടികൾക്കും വൃന്ദാവനത്തിനും ഈ അവിടെയുള്ള പക്ഷിക്കും അവിടുത്തെ പശുക്കൾക്കെല്ലാം എന്ത് ഭാഗ്യമാണ് നമ്മേക്കാൾ, ഈ ഗോപസ്ത്രീകളെക്കാൾ. അങ്ങനെ അവർ വാഴ്ത്തുന്നു. അവരിങ്ങനെ വഴികളിൽ നിന്നല്ലയോ ഇത് ഭഗവാനെ കാണുന്നത്. ഭഗവാന്റെ നാദം, ഈ വേണുനാദം കേൾക്കുമ്പോൾ എല്ലാവരും വന്ന് നിൽക്കും ഭഗവാൻ പോകുന്നത് കാണാനും അത് കേൾക്കാനും. അത് കഴിയുമ്പോൾ എത്രയോ സമയം വൈകുന്നേരം ആർക്കാണ് ഇത് കേൾക്കാൻ സമയം? പക്ഷികൾക്കും അവിടെയുള്ള മൃഗങ്ങൾക്കും പശുക്കൾക്കും കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് ഭാഗ്യമാണ്! കണ്ണനോടൊപ്പം തന്നെയല്ലേ അവരുണ്ട്. ഈ ഗോപസ്ത്രീകൾക്കാണെങ്കിലോ ഭഗവാൻ അങ്ങോട്ടും പോകുന്ന സമയത്തല്ലേ കാണാൻ പറ്റൂ. ഭഗവാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വനത്തിൽ ചെല്ലുന്നവരെ വഴികളിലുള്ള ഗോപസ്ത്രീകളൊക്കെ ഇത് കണ്ട് ആനന്ദിക്കുന്നു. എന്താ ആശ്ചര്യമാണ് എന്നാണ് അവർ പറയുന്നത്. എന്താ അത്രമാത്രം അവർ സുഹൃത് ആരാ? ഈ കുട്ടികളും പശുക്കളും പക്ഷികളും അവിടെയുള്ള വൃന്ദാവനവും. എപ്പോഴും ഭഗവാൻ അവിടെ ഇല്ലേ. അപ്പോൾ എന്ത് സുഹൃതമാണ് അവർക്ക്, നമ്മളെക്കാൾ എന്ത് ഭാഗ്യമാണ് ആ വൃന്ദാവനത്തിനുള്ളത് എന്നിവിടെ ഈ ഗോപസ്ത്രീകൾ പുകഴ്ത്തുവാണ്. വൃന്ദാവനവും അവിടുത്തെ പക്ഷികളും ആകാശചാരികളും എല്ലാം തങ്ങളെക്കാൾ പുണ്യം ചെയ്തവരാണെന്ന് ഗോപസ്ത്രീകൾ ധരിക്കുന്നു. നമ്മളും അങ്ങനെ ധരിക്കണം.
നമുക്ക് തോന്നും നമുക്ക് വലിയ ഭക്തിയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഒന്നുമില്ല, നമുക്ക് അല്പമേ ഉള്ളൂ. നമ്മളെക്കാൾ ഒരുപാട് ഭക്തന്മാർ ലോകത്തുണ്ട്. അപ്പം നമുക്ക് ഇത്രയും ഭക്തിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ തന്നെ അങ്ങ് വിചാരിക്കും. ഇവിടെ ഗോപസ്ത്രീകളെ പോലെ നമ്മളും ചിന്തിക്കുക. നമ്മളെക്കാൾ എത്രയോ പുണ്യവാന്മാർ ലോകത്തുണ്ട്, എത്ര ഭാഗ്യവാൻ ഉള്ളവരുണ്ട്, എത്ര ഭക്തിയുള്ള പൂന്താനത്തിനെ പോലെയും കുറൂരമ്മയെ പോലെയും. അപ്പോൾ അത്രമാത്രം ഭക്തി നമുക്കുണ്ടോ? ചിന്തിക്കുക. ഉണ്ടോ? ഇല്ല. നമുക്കും അപ്പോൾ ഭഗവാനെ എനിക്കും ഭക്തി തരണമേ, ഭഗവാനോട് എനിക്കും ഇത്രമാത്രം ഭക്തി എനിക്കും തരണമേ, ഭഗവാനെ സ്നേഹിക്കാനും ഭക്തിയൊക്കെ എനിക്കും തരണമെന്ന് നമ്മളും പ്രാർത്ഥിക്കണം. ഈ ഗോപസ്ത്രീകൾ എന്താ പറയുക, നമുക്കൊന്നുമല്ല, നമ്മളെക്കാൾ എത്രയോ ഭാഗ്യമാണ് അവർക്കുള്ളത് ഭഗവാന്റെ കൂടെ നടക്കാൻ. അപ്പോൾ നമ്മളും ഭഗവാനെ കൂടെ ഇരുത്തണം, നമ്മൾ ഉള്ളിലാക്കണം. നമ്മളിങ്ങനെ സ്നേഹിച്ചും ഭക്തി കൊണ്ടും ഭഗവാനെ പ്രേമിച്ചും നല്ല ഭക്തി കൊണ്ട് നമ്മളും ഭഗവാനെ നമ്മൾ ഒന്നാവുക. അതാണ് ഗോപസ്ത്രീകൾ പറയുന്നത്. നമ്മളെക്കാൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്, എത്ര പുണ്യം ചെയ്തവരാണ്. അതുകൊണ്ടാണ് നമ്മളെക്കാൾ അവർ അതിനാൽ അവരെ ധന്യാത്മാക്കളെന്ന് വാഴ്ത്തുന്നു. 8ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. പിബേയം അധരാമൃതം കഥാ വേണുഭുക്ത രസശേഷം ഏകദാ ദൂരതോപതകൃതം ദുരാശയേതി ആകുലാ മുഹുർ ഇമാ സമാമുഹൻ. തെളിയുന്നില്ല. സമാമുഹൻ തെളിയട്ടെ. ചിലപ്പോൾ ഇങ്ങനെ പിബേയം അധരാമൃതം കഥ വേണുഭുക്ത രസശേഷം. അത് വേണുവിന് എപ്പോഴും ഭഗവാന്റെ ചുണ്ട് ഭുക്തം കഴിക്കാം, ആ അധരം നുകരാം. ഭുക്കം വെച്ചാൽ കഴിക്കുക. വേണുവിന് അത് കിട്ടുന്നത് ഭഗവാന്റെ ചുണ്ടിലിരിക്കുകയല്ലേ എപ്പോഴും ഈ ഓടക്കുഴൽ. അപ്പോൾ ഈ ഗോപസ്ത്രീകൾ പറയുന്നത് ആ വേണുവിന് എന്തൊരു ഭാഗ്യമായി, ഈ ഓടക്കുഴലിന് എപ്പോഴും ഭഗവാന്റെ അധരമാമൃതം നുകർന്നുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് അതിന് ശേഷം അതായത് വേണുഭുക്ത രസശേഷം ഏകത ദൂരതോ ബധകൃതം ദുരാശയേതി ആകുല മുഹുർ ഇമാ സമാമുഹൻ. അതായത് ഇവിടെ വേണു ഭുജിച്ച് കഴിഞ്ഞുള്ള, അതായത് ഈ വേണു എന്ന് പറഞ്ഞ ഈ സങ്കല്പമാണല്ലോ ഈ ഗോപസ്ത്രീകൾ പറയുവാണ്. ഭഗവാനെ ഈ വേണു ആ ഓടക്കുഴൽ പൂജിച്ച് അത് കഴിച്ച് കളഞ്ഞിട്ട് ഭഗവാന്റെ ആ അധരത്തിൽ നിന്ന് അമൃത് ആ വേണു നുകർന്നതിന് ശേഷം ഉള്ളത്, അതിന് ശേഷമുള്ള ആ രസത്താലുള്ള അധരാമൃതം ഒരിക്കലെങ്കിലും ഞാൻ കുടിക്കുന്നു. ആ ആഗ്രഹവൃത്തിയാകട്ടെ ഈ കുട്ടികൾക്ക്, ഈ ഗോപസ്ത്രീകൾക്ക് തോന്നുന്നത് എന്താ, വേണു ഭഗവാന്റെ ചുണ്ടിൽ ഇങ്ങനെ ഇരുന്ന് അധരം ചുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ രസം ഇങ്ങനെ കുടിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടെങ്കിലും ആ വേണു കഴിച്ച് തീർന്നിട്ടെങ്കിലും ഒരു നേരമെങ്കിലും അത് ഓരോ ഗോപസ്ത്രീകളും പറയും ഞാൻ കുടിക്കുന്നു. അത് അങ്ങനെ ചിന്തിക്കുവാണ്. ആ ആഗ്രഹ വൃത്തിയാകട്ടെ, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാലോ അത് ശ്രമകരമാണ്, അത് കിട്ടുന്നതല്ല. അത് ദുരാഗ്രഹം കൊണ്ടുള്ള എന്ത് ഗുണമാണുള്ളത്, അതൊരു ദുരാഗ്രഹമാണെന്നും കൂടെ അവർ ചിന്തിക്കുന്നു. എനിക്ക് ആ വേണുവിന് എന്തൊരു ഭാഗ്യമാണ് ഭഗവാന്റെ അധരത്തിൽ നിന്ന് ഇങ്ങനെ ആ രസം നുകരാൻ. ആ വേണുവിന് എത്ര ഭാഗ്യമാ. വേണു വെച്ചാൽ ഓടക്കുഴൽ. അത് ആ വേണു കഴിച്ചതിന് ശേഷം, ആ രസം ഉണ്ടതിന് ശേഷം ഉള്ളതെങ്കിലും എനിക്കൊന്ന് നുകരാൻ ഒരു നേരമെങ്കിലും അത് ഞാൻ ചിന്തിക്കുന്ന വെറുതെ അല്ലേ, അത് ശ്രമകരമല്ലേ, അത് കിട്ടുന്നതാണോ, അത് എൻ്റെ ദുരാഗ്രഹമല്ലേ, എനിക്ക് കിട്ടാത്തതിന് ഞാൻ കിട്ടണമെന്ന് പറയുന്ന ദുരാഗ്രഹമല്ലേ, അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്നാണ് ഈ ഓരോരോ ഗോപസ്ത്രീകളും ഇവിടെ സങ്കല്പിച്ച് പറയുന്നവർ. അതൊക്കെയാണ് ചിന്തിക്കുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഭഗവാൻ ഇങ്ങനെ ഓടക്കുള്ള കാല് പിണച്ച് വെച്ച് ഓടക്കുള്ള വായിക്കുമ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ സങ്കല്പിക്കണം, നമ്മൾ ഭഗവാനെ ആ ഓടക്കുള്ള പോലെ അത് എനിക്കും അങ്ങനെ ഒന്ന് ആകാൻ പറ്റിയെങ്കിൽ, ഭഗവാൻ ചുണ്ടോട് ചേർന്ന് ഇരുന്ന് അത്രമാത്രം സ്നേഹവും ഭക്തിയും അങ്ങനെ ആ സ്ത്രീകൾ പറയുന്നത് പോലെ ഗോപസ്ത്രീകൾ പറയുന്നത് നമ്മളും ചിന്തിക്കണം. ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാനെ ഒന്ന് വാഴ്ത്തി പുകഴ്ത്തി വേണുനാഥം പോലൊന്ന് എനിക്കൊന്ന് പാടി ഭഗവാനോട് അങ്ങ് ചേരാൻ, ഭഗവാനിൽ നിർവൃതിക്കൊള്ളാൻ നമുക്കും അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ? അതിന് ശ്രമകരമൊന്നും പ്രയാസമില്ല, നമുക്ക് ചിന്തിച്ചാൽ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഭഗവാന്റെ ആ നാദമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ നാദം വന്ന് ഭഗവാനിലോട്ട് ചേരാനും ആ ആസ്വാദനം ഉണ്ടാകാനും തങ്ങളി ഈ കണ്ണനും നമ്മളുമായിട്ട് ചേരാനും ഒന്നാവാനും അതിനുള്ള ഭാഗ്യമുണ്ടോ? അതൊരു ദുരാഗ്രഹമല്ല, അതൊരു ആഗ്രഹമാണ്. നമ്മൾക്ക് ഇവിടെ സ്ത്രീകൾ തന്നെ ചിന്തിക്കുന്നത് ഇതൊരു ദുരാഗ്രഹമല്ലേ, ഇത് കിട്ടുന്ന ഓടക്കുഴലിന് ഭഗവാന്റെ ചുണ്ട് അധരം കിട്ടും, പക്ഷേ നമുക്കത് പറ്റത്തില്ല, അത് ശ്രമകരമാണ്, അത് പ്രയാസമാണ്, അതൊരു ദുരാഗ്രഹമാണ്, കിട്ടാത്തതിനെ കിട്ടണമെന്ന് ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ഗുണമാണുള്ളതും കൂടെ അവർ പറയുന്നു. ഇപ്രകാരം ഗോപികമാർ പല കുറി മോഹിച്ചു.
അപ്പോൾ എത്രമാത്രം ചിന്തിക്കുന്നു, ഓരോ തവണയും അവർ ചിന്തിക്കുന്നു. പല കുറി വെച്ചാൽ പല ദിവസങ്ങളിലും പല സമയങ്ങളിലും അവരിങ്ങനെ അത് തന്നെ ചിന്ത. വീടുകളിൽ ചെന്നാലോ ഇത് കഴിഞ്ഞിരുന്നാലോ അപ്പോഴും ഇതാ ഓർമ്മ, ഭഗവാനെ ആ ഓടക്കുഴൽ പോലെ എനിക്ക് ഒരു നേരമെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് തീവ്ര സാധന അനുഷ്ഠിക്കുന്ന യോഗിയുടെ മാനസിക വ്യാപാരമാണ് ഗോപികമാരിൽ. തീവ്രമായി അനുഷ്ഠിക്കും യോഗികൾ തപസ് ചെയ്തിങ്ങനെ ധ്യാനിക്കുമ്പോൾ ഒരു എത്തും പിടിയില്ലാത്തൊരു ധ്യാനമുറയുണ്ട് അവർക്ക്. കാരണം അവർ ഇരുന്നിരുന്ന് ഒരു എന്തോ അതിന് പറയുന്ന ഒരു മരണവെപ്രാളം. ഇപ്പം മരണത്തെപ്പറ്റി നമുക്ക് പറഞ്ഞ ഉദാഹരണം കിട്ടും. ഇതുമായിട്ട് ബന്ധമില്ല, അത് വേറെ ഇത് വേറെ. പക്ഷേ മരിക്കാൻ വെള്ളം കുടിച്ച് അങ്ങേ അറ്റമായി പിന്നെ ഒരു തുള്ളി ശ്വാസം കയറാണ്ട് ഒരു മരണവെപ്രാളം വരെ നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ ഒരു വെപ്രാളമാണ് ഈ ഒരു യോഗിക്കുണ്ടാകുന്നത്. എങ്ങനെയാ? അതുവരെ ഇങ്ങനെ ധ്യാനിച്ച് പിന്നെ ഒരു മൽപ്പിടുത്തമാണ് പരമാത്മാവുമായിട്ട്. എന്താ ഒരു ചേരാനുള്ള ഒരു പ്രത്യേക അതിനെന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതിനിങ്ങനെ പറയും, മരണവെപ്രാളത്തിൻ്റെ അങ്ങേ അറ്റം ചെല്ലുന്നത് അവിടെ തീരും അവസാനം. അതുപോലെ ഈ ഒരു യോഗിക്കും പരമാത്മാവിൽ ചേർന്ന് പിടിക്കുന്ന ഒരു സമയമുണ്ട്. ആ അതായത് ഉൽക്കട വാഞ്ച അത്രമാത്രം അങ്ങേ അറ്റം എത്തിയിരിക്കുന്ന അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ ഗോപസ്ത്രീകൾക്കും അതുപോലെ സംഭവിക്കുന്നു. അങ്ങേ അറ്റമായി തീർന്ന ആ പ്രേമത്തിൻ്റെ അറ്റം. അതുപോലെ യോഗികൾക്ക് ധ്യാനത്തിൻ്റെ അങ്ങ് അറ്റത്തെ ഉച്ച നിലയിൽ എത്തുക, അപ്പോഴാണ് ഭഗവാനായിട്ട് ചേരുക, സാക്ഷാത്കാരം നേടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അറ്റമാകും. അപ്പം സാക്ഷാത്കരിക്കാനും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനൊക്കെ അതുപോലെ നമ്മളിങ്ങനെ ധ്യാനിച്ച് ഇരിക്കും. സ്നേഹവും ഭക്തിയൊക്കെ വർദ്ധിച്ച് പറയും. പക്ഷെ ഒടുക്കം ഒരറ്റമുണ്ട്, എത്തുംപിടിയിലത്തൊരു അറ്റമുണ്ട്. അത് യോഗിക്കുമുണ്ട്, മരണത്തിനുമുണ്ട്, പ്രേമത്തിനുമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും ഒരു അറ്റമുണ്ട്. അതുപോലെയാണെന്നാണ് ഇവിടെ പറയുന്നത്. തീവ്ര സാധന അനുഷ്ഠിക്കുന്ന യോഗിയുടെ മാനസിക വ്യാപാരമാണ് ഗോപികമാരിൽ പ്രതീകാത്മകമായി കാണുന്നത്. അങ്ങനെ ഉൾക്കട വാഞ്ചയുള്ള ഏതിനെയും ഭഗവാൻ ഒരിക്കലും നിരസിക്കുകയില്ല. അതാണ് പറയുന്നത്. ഭക്തി അങ്ങേ അറ്റം മുഴുത്ത് എത്തുംപിടിയില്ലാതൊരവസ്ഥ വരും. ഇനി എനിക്ക് കിട്ടിയേ പറ്റൂ, എനിക്കിനി കഴിയത്തില്ല, എനിക്ക് അത് സാക്ഷാത്കരിച്ചേ പറ്റൂ, ഭഗവാൻ എനിക്ക് കിട്ടിയേ പറ്റൂ, ഒരു വെമ്പൽ അങ്ങേ അറ്റമാകും. അപ്പോഴാണ് ഭഗവാൻ നമുക്ക് പ്രത്യക്ഷമാകുന്നത്. അതുപോലെ തന്നെയാണ് പ്രേമവും, ഭഗവാനുള്ള പ്രേമം. അതാണ് ഈ ഗോപസ്ത്രീകൾക്ക് അങ്ങേ അറ്റമായി നിൽക്കുന്നു. അത് ഭഗവാനുള്ള പ്രേമം. അത് ഇങ്ങനെ എല്ലാം ഇതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. മരണവും അറ്റം എത്തുമ്പോൾ തീർന്ന് അത് അറ്റമായി തീർന്നു. അത് എല്ലാത്തിനും ഉണ്ട് ഓരോ അവസ്ഥകൾ. അതാണ് ഇവിടെ സങ്കല്പം. ഇവിടെ ഭഗവാൻ അങ്ങനെ ഉൾക്കട വാഞ്ച വേണം നമുക്ക് ധ്യാനിക്കാനായാലും. അല്ലാതെ എല്ലാവരും പറയുന്നത് കേട്ട് ഞാൻ ഇത്ര മണിക്കൂർ ഇരുന്ന്, ഈ വാഞ്ച ഉണ്ടെങ്കിലുണ്ടല്ലേ അരമണിക്കൂർ പോലും വേണ്ട. അപ്പോൾ അങ്ങനെ ഏതിനെയും ഭഗവാൻ ഒരിക്കലും നിരസിക്കില്ല. അങ്ങനെ ഒരു ഭക്തന് അങ്ങേ അറ്റത്തെ ആ വാഞ്ച ഉണ്ടെങ്കിൽ ഭഗവാൻ തിരസ്കരിക്കുമോ? ഒരിക്കലും നിരസിക്കത്തില്ല. ആ ഭക്തനെ ഭഗവാൻ കാരുണ്യത്തോടെ എല്ലാം കൊടുക്കും. എന്താഗ്രഹം അത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.